പിണറായി വിജയൻ ഭരിക്കുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 10 വർഷം പിണറായി വിജയൻ ഭരിച്ചപ്പോൾ കേരളത്തിന്റെ കടം 4.3 ലക്ഷം കോടി രൂപ. നിങ്ങൾ അറിയണം, 60 കൊല്ലം ഈ നാട് EMS മുതൽ ഉമ്മൻചാണ്ടി വരെ ഭരിച്ചപ്പോ ആകെയുള്ള കടം 1.25 ലക്ഷം കോടി രൂപയാണെങ്കിൽ 10 വർഷക്കാലം സഖാവെ നിന്റെ നേതാവ് പിണറായി വിജയൻ ഭരിച്ചപ്പോ ഈ നാടിന്റെ കടം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് 4.3 ലക്ഷം കോടി രൂപയാണ്. 155 ലക്ഷം കോടിയാണ് കേന്ദ്രത്തിന്റെ കടം. കണക്ക് ഞാനൊന്ന് പറയാം. 58.1% കേന്ദ്രത്തിന്റെ കടം. ഏതുമായിട്ടുള്ള അനുപാതം? GDP-യുമായിട്ടുള്ള GDP-യുമായിട്ടുള്ള അനുപാതം നോക്കുമ്പോൾ, വളർച്ചാ നിരക്കും കടവും തമ്മിലുള്ള അനുപാതം നോക്കുമ്പോൾ 58.1% കേന്ദ്രത്തിന്റെ. നമ്മുടെ കേരളത്തിന്റെ എത്രയാ സുജയ? 33.9%. അപ്പൊ കേന്ദ്രമാണോ കടക്കണിയിൽ, കേരളമാണോ കടക്കണിയിൽ? രണ്ടാമത്തെ ചോദ്യം, CAG റിപ്പോർട്ടിൽ ആദ്യത്തെ 14 സംസ്ഥാനങ്ങളിൽ കേരളം ഇല്ല. 15ാമത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞാൽ കടക്കണിയിലല്ല. നമുക്ക് അതിനുള്ള പര്യാപ്തതയിലേക്ക്, സ്വയം പര്യാപ്തതയിലേക്ക് കേരളം വരികയാണ്. ഒരു കണക്കൂടി ഞാൻ പറയാം. CAG റിപ്പോർട്ടിൽ പറയുന്നു, നമ്മളുടെ തനത് നികുതി വരുമാനത്തിൽ വർധനവുണ്ടായിരിക്കുന്നു. നികുതി ഏതര വരുമാനത്തിലും കേരളത്തിൽ വരുമാനമുണ്ടായിരിക്കുന്നു. ഇത് രണ്ടിലും ഉണ്ടായിരിക്കുന്ന വളർച്ചയാണ് ഈ കടക്കണിയിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ പൂർണ്ണസജ്ജരല്ല. അതുകൊണ്ടാണ് കേന്ദ്രം ഓരോ നിമിഷവും നമ്മളെ വരിഞ്ഞു കൊടുക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് 3300 കോടി രൂപ പിടിച്ചു വെച്ചു. എന്താണെന്ന് അറിയാമോ സുജയ? 80,000 കോടി വരുന്ന നമ്മുടെ പൊതുമേഖലയിലെ നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടി നിന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറയുന്നു, നിങ്ങളുടെ GDP-യുടെ 0.5% ഞങ്ങൾ തരൂല്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, 3300 കോടി രൂപ ഇപ്പൊ കേന്ദ്രം തരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്യാരണ്ടി നിന്നില്ലെങ്കിലോ എന്ന് കരുതിയാണ്. ഇത് എന്തിനാണ് ഇത് കൊണ്ടുവരുന്നത്? എന്തിനാണ്? കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളല്ലേ ഇത്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ്. ഇതിന്റെ പുറമെയാണ് കിഫ്ബിയുടെ പേരിൽ, പെൻഷൻ ഫണ്ടിന്റെ പേരിൽ ഒക്കെ കേരളത്തെ കേന്ദ്രം പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും, നമുക്ക് അർഹതപ്പെട്ട 57,000 കോടി നിഷേധിക്കപ്പെടുമ്പോഴും കേരളത്തിലെ വീടുകളിലേക്ക് ആനന്ദം കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ, കേരളത്തിലെ വീടുകളിലേക്ക് ക്ഷേമ പെൻഷൻ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാരിന്റെ മികവാണെന്ന് തന്നെ പറയണം. അപ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ, പെൻഷൻ കൂട്ടി, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട്, അതിദാരിദ്ര്യമുക്തമായി, ഇലക്ഷൻ സ്റ്റണ്ട്, കേരളത്തിലെ കണക്ടിംഗ് ടു വർക്ക് സ്കോളർഷിപ്പ് വന്നു, ഇലക്ഷൻ സ്റ്റണ്ട്, സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് പെൻഷൻ വന്നു, ഇലക്ഷൻ സ്റ്റണ്ട്, വീട് കൊടുത്തു, ഇലക്ഷൻ സ്റ്റണ്ട്, പട്ടിണി മാറി, ഇലക്ഷൻ സ്റ്റണ്ട്, റോഡ് വന്നു, ഇലക്ഷൻ സ്റ്റണ്ട്. ഇതൊക്കെ ഇലക്ഷൻ സ്റ്റണ്ട് ആണെങ്കിൽ ആണെന്നേ സുജയ, ഇതൊക്കെ ഇലക്ഷൻ സ്റ്റണ്ട് ആണ്. പക്ഷേ നിങ്ങൾക്ക് അതിനൊരു പേര് കൂടി കൊടുക്കേണ്ടി വരും. ഇതാണ് വികസനത്തിന്റെ മാതൃക എന്ന് പറയേണ്ടി വരും. ഒരു ബദൽ മാതൃക എന്നുകൂടി പറയേണ്ടി വരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. BJP സംസ്ഥാന അധ്യക്ഷനടക്കം ഇന്നിറങ്ങി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. 6 ലക്ഷം കോടിയാണത്രേ കേരളത്തിന്റെ കടം. എത്ര തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ്. നിലവിൽ നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് പോലും 4,31,000 രൂപയാണ് കടം. അപ്പോ ഒരു വലിയ ചോദ്യം ഉണ്ടാവും, 4,31,000 രൂപ കടമോ? 4,31,000 കോടി രൂപയാണ് കടം. 4,31,000 കോടി രൂപയാണ് കടം എന്ന് പറഞ്ഞ വലിയൊരു കണക്കല്ലേ എന്ന് പറയും. ഞാനൊരു കണക്ക് പ്രേക്ഷകരോട് പറയാം. VS അച്യുതാനന്ദന്റെ കാലം 2011 VS അച്യുതാനന്ദൻ അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് കേരളത്തിന്റെ കടം എത്രയാണെന്ന് അറിയാമോ? കേരളത്തിന്റെ കടം 78,673 കോടി. 5 വർഷം കഴിയുമ്പോൾ കൃത്യം ഇരട്ടിയാവുന്നൊരു പ്രതിഭാസം കേരളത്തിലുണ്ട്. അന്ന് 2011 78,000 കോടിയായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ അവശേഷിപ്പിച്ചു പോകുമ്പോൾ 5 വർഷം കൊണ്ട് അത് 1,57,370 കോടിയായിട്ട് കൂടി നേരെ ഇരട്ടിയായി സുജയ. ഇനി ആ കണക്ക് പ്രകാരമാണെങ്കിൽ 2021 സ്വാഭാവികമായിട്ടും ഇരട്ടിയാവണമല്ലോ. ഇരട്ടിയായി. പിണറായി വിജയൻ സർക്കാർ പോകുന്ന സമയത്ത് കോവിഡിന്റെ കാലത്ത് GDP-യുടെ വളർച്ച കുറയുന്ന ഘട്ടത്തിൽ, കേരളത്തിന്റെ വളർച്ചാ നിരക്ക് കുറയുന്ന ഘട്ടത്തിൽ കേരളത്തിന് കടമെടുക്കേണ്ടി വന്നു. അതേ നില തുടർന്നു. 2021 2,96,000 കോടിയായിട്ട് നമ്മുടെ കടത്തിന്റെ പരിധി കൂടി. വീണ്ടും അത് ഇരട്ടിയായി. അങ്ങനെയാണെങ്കിൽ 2026 ഈ പിണറായി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ എത്ര വരണം? 3 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം കോടിയിൽ നിന്ന് 6 ലക്ഷം കോടിയായിട്ട് ഉയരണം. ആ കണക്ക് പ്രൊജക്ട് ചെയ്താണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു കിനാവ് കണ്ടത്. എന്നിട്ട് പറഞ്ഞു 6 ലക്ഷം കോടിയാണ് കേരളത്തിന്റെ കടം. മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ, ഇപ്പോ കേരളത്തിന്റെ കണക്ക് 4,36,000 കോടിയാണ്. എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന കടം എന്ന് പറയുന്നത് 4,65,000 കോടി മാത്രമാണ്. അതായത് കഴിഞ്ഞ 20 വർഷത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി നമുക്ക് കടത്തിന്റെ വളർച്ച നിയന്ത്രിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്ക് പറയുന്നത്.